നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു കിഡിലൻ ഐറ്റം ആണ് കേട്ടോ. കണ്ണപ്പം എന്ന് പറയും. നിങ്ങൾക്ക് പലർക്കും അതിന്റെ പേരറിയാൻ പറ്റില്ല, പക്ഷെ ചിലപ്പോൾ ഐറ്റം അറിയാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്തായാലും അല്ലെങ്കിൽ രാത്രിയത്തെ ഫുഡ് ആയാലും അല്ലെങ്കിൽ എന്താ പറയുക ഈവനിങ് സ്നാക്ക് ഒക്കെ ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റം ആണ് കേട്ടോ. നിങ്ങൾ പലരും എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് ഓയിൽ കുറവുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണേന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുപോലെ ഓയിൽ കുറവുള്ള നമ്മൾ സ്റ്റീം ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. നല്ല ടേസ്റ്റി ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക, എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണില്ലേ, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു കണ്ണപ്പത്തിന് ആവശ്യമായിട്ടുള്ള അരി ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ 1.5 കപ്പ് അളവിൽ ജീരകശാല അരിയാണ് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ജീരകശാല അരിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ബസ്മതി അരിയും വേണ്ടിക്ക് എടുക്കുക കേട്ടോ. പക്ഷെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായ ജീരകശാല അരിയാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അരിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ലൊരു സ്മെല്ലും ഫ്ലേവറും ഒക്കെ ഉള്ളൊരു അരിയല്ലേ അത്. ഇനി നമുക്ക് ഈ ഒരു അരി നന്നായിട്ട് കഴുകിയിട്ട് വേണം കുതിർത്ത് വെക്കാനായിട്ട്. അപ്പം ഞാൻ ഇതൊന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വരട്ടെ. ഇപ്പം ഞാൻ ഇത് നല്ലതുപോലെ കഴുകിയിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1.5-2 മണിക്കൂറോളം ഒന്ന് കുതിർത്ത് വെക്കാം. അപ്പോൾ നമുക്ക് അരി കുതിർന്ന് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ചെമ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെമ്മീനിന് പകരമായിട്ട് ചിക്കനോ ബീഫോ ഏതാണോ ഇഷ്ടമുള്ളത് എടുക്കുക കേട്ടോ. പക്ഷേ ചെമ്മീനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ചെമ്മീൻ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ചെറിയ ചെമ്മീൻ വേണ്ടിയിട്ട് വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. എനിക്കിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളത് കിട്ടിയതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തത് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ 1/4 മണിക്കൂർ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ലതാണ് കേട്ടോ. ചെമ്മീനിൽ നന്നായിട്ട് മസാല പിടിച്ച് കിട്ടും. ഇപ്പം 1/4 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു പാനിലേക്ക് 3-4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ വെളിച്ചെണ്ണ ഏതാണ് ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് ഈ ഒരു ചെമ്മീൻ ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ എണ്ണ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചെമ്മീനോ ബീഫോ ചിക്കനോ എന്താണോ എടുക്കുന്നത് ഏതായാലും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വേണം കേട്ടോ ഈ ഒരു ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ചെമ്മീൻ ആദ്യം തന്നെ നന്നായിട്ട് വേവിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കണം. എങ്കിലേ ചെമ്മീൻ ആദ്യം തന്നെ നല്ലതുപോലെ വെന്ത് കിട്ടുള്ളൂ. എന്നിട്ട് മാത്രമേ നന്നായിട്ട് മൊരിയിച്ചെടുക്കാൻ പാടുള്ളൂ. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് അടപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. നമ്മളിപ്പോൾ ഒട്ടും ചെമ്മീനിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ, പക്ഷെ നോക്കി അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് ഈ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ സവാളയൊന്ന് വഴറ്റിയെടുക്കണം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് അടപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ പെട്ടെന്ന് തന്നെ സവാള നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ സവാള അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് 3 കൂടി ഒന്നിച്ച് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മതിയാകും. കാരണം നമ്മൾ ബീഫിലും ചിക്കനിലും ചേർക്കുന്ന പോലെ ഒരുപാട് ചേർക്കണ്ട കേട്ടോ. ചെമ്മീനല്ലേ, അപ്പോൾ അത്രയ്ക്ക് ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല. എല്ലാം കുറച്ചായിട്ട് ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നവരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കൂടി ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വേറെ പൊടികളും കാര്യങ്ങളും ഒന്നും ചേർക്കേണ്ട. എരിവ് നോക്കിയിട്ട് കുറവ് തോന്നുവാണ് കുരുമുളക് പൊടി മാത്രം എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക. വേറെ ഒന്നും വേണ്ട കേട്ടോ. കാരണം ചെമ്മീനാണ്, ഒരുപാട് പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല. ഇതന്നെ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഫില്ലിംഗ് ആണ്. അടുത്തത് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് 1-2 മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്.
ഇപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഏതാണ്ട് 2 മണിക്കൂർ ആവാനായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളം കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ കഴുകേണ്ട ആവശ്യമില്ലേ. ഇപ്പം അരി മുഴുവൻ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇതിലേക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരക്കപ്പിൽ കുറച്ചധികമായിട്ട് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. അടുത്തത് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് കൂടാൻ പാടില്ലേ. എന്നാൽ ഇത് നല്ല ഫൈനായിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല ഫൈനായിട്ടാണ് അരച്ചെടുത്ത്, ഒട്ടും തരികൾ പാടില്ല. ഇപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഒരുപാട് ലൂസാവാനും പാടില്ല, എന്നാലും നല്ല കട്ടിയായിട്ടും പാടില്ല. എന്നാൽ അത്യാവശ്യം ലൂസായിട്ട് വേണം താനും, ആ ഒരു രീതിയിലാണ് വേണ്ടത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂറോളം സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അരമണിക്കൂറോളം വെക്കുന്നത് നല്ലതാണ്. നമ്മുടെ മാവ് നന്നായിട്ട് സെറ്റായിട്ട് വരും. നിങ്ങൾക്ക് സമയം ഇല്ലെങ്കിൽ പെട്ടെന്ന് ചുട്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കൂടുതൽ ടേസ്റ്റ് അങ്ങനെ വെക്കുമ്പോഴാണ്. അപ്പോൾ ഇനി നമുക്ക് കണ്ണപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഈ ഒരു സ്റ്റീമർ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടിയിലെ തട്ടിൽ കുറച്ച് വെള്ളം, ഒരു 1/4 ഭാഗത്തോളം വെള്ളം വെച്ചിട്ട് മുകളിൽ അതിൻ്റെ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി തട്ടാണ് വേണ്ടത്. ഇഡ്ഡലിയൊക്കെ ചുടുന്ന തട്ടുണ്ടല്ലോ, ആ ഒരു തട്ടാണ് ഞാൻ ഇതിൽ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഓരോ കുഴിയിലായിട്ട് നന്നായിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കണ്ണപ്പം റെഡി ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള മാവുണ്ടല്ലോ, കറക്റ്റ് ഒരു അരമണിക്കൂർ ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനി ഓരോ കുഴിയിലായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ കാണുന്നത് പോലെ ആ ഒരു കുഴിയുടെ 1/4 ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുക്കണം. കാരണം നമുക്ക് ഇതിൽ തന്നെ ഫില്ലിങ്ങും വെക്കാനുള്ളതാണ്. കണ്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ. ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഒരു 1/4 ഭാഗം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫില്ലിങ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങ് പ്രസ് ചെയ്തിട്ടൊന്നും ഇട്ട് കൊടുക്കണ്ട. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുകളിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ എന്താ പറയുക, വിതറി കൊടുക്കുക എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു രീതിയിൽ മാത്രം മതി. നിങ്ങൾക്ക് ഞാൻ ഇടുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ, ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്യുന്ന ഒന്നുമില്ല. എന്നിട്ട് അടുത്ത തട്ട് വീണ്ടും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഓയിൽ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ 1/4 ഭാഗത്തോളം ഒന്ന് മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഫില്ലിങ് റെഡി ആക്കി കൊടുക്കുക. സെയിം രീതിയിൽ തന്നെ ഒന്നുകൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര തട്ട് വെക്കുന്നുണ്ടോ അതിനനുസരിച്ച് അതിലൊക്കെ ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു രീതിയിൽ തന്നെ. ഇപ്പം നിങ്ങൾക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല. കാരണം അതാന്ന് 1/4 ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്ന് പറയുന്നത്. കണ്ടില്ലേ, മാവ് പൊങ്ങി വരുന്നത് ഫില്ലിങ് അടിയിൽ പോകുമ്പോൾ. അതുകൊണ്ട് അങ്ങനെ ഒഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 12 to 15 മിനിറ്റാണ് കേട്ടോ ഇതിൻ്റെ വേവിൻ്റെ സമയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതാണ്ട് 15 മിനിറ്റ് ആവാനായിട്ടുണ്ട്. എൻ്റെ കണ്ണപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇടക്കൊന്ന് തുറന്നിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളെ ഫ്ലെയിമിനനുസരിച്ചിട്ട് വ്യത്യാസം വരും വേവിൽ. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല. 15 മിനിറ്റിലൊക്കെ ഓവറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല, നന്നായിട്ട് ഹാർഡായിപ്പോവും. അപ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ്സോട് കൂടി നമുക്ക് കിട്ടണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇടക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് വേവിച്ചിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇത് സ്റ്റീമറിന് എടുത്തിട്ട് പുറമേ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. കണ്ടില്ലേ, ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കണ്ണപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലിയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുമല്ലോ ഈ ഒരു പാത്രത്തിൽ നിന്ന്, അതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അടിക്കൊന്നും പിടിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓയിലൊക്കെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവൻ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ മുഴുവൻ കണ്ണപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയില്ലല്ലേ. അതുപോലെ തന്നെ കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കാരണം നിങ്ങൾക്കറിയാലോ, ഫില്ലിംഗ് ഒക്കെ ചെമ്മീൻ ഫില്ലിങ്ങും അതുപോലെ തന്നെ ജീരകശാല അരി ആയതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ഫ്ലേവറും കൂടിയാണ്. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിച്ചത്. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലും ഫ്ലോപ്പ് ആയില്ല, എല്ലാവർക്കും ഒരുപോലെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്